ഓ എൻ്റെ പൊന്നു മച്ചാനെ, ഈ ട്രെയിലർ എങ്ങനെ ഉണ്ടായെന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൊത്തം സന്തോഷം കണ്ടില്ല. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ലാലേട്ടൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ്റെ രണ്ടുപേരുടെയും കയ്യൊപ്പ് പതിഞ്ഞൊരു സിനിമയായിരിക്കും മലയങ്കോട്ട വാലിബൻ. ഇതൊരു ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സിനിമയായിരിക്കും. ഭയങ്കര ഗംഭീരമാണ്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ലിജോ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമുണ്ടല്ലോ. അദ്ദേഹം എടുത്തു വെച്ചേക്കുന്ന സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരിക്കും മലയങ്കോട്ട വാലിബൻ. ഒരു ലാലേട്ടൻ്റെ ആരാധകൻ എന്ന നിലയ്ക്കും ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയ്ക്കും വളരെ പ്രതീക്ഷയോടെ കട്ട വെയിറ്റിങ്ങിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മലയങ്കോട്ട വാലിബൻ. ഈ പടം ഒരു 500 കോടി ക്ലബ് അടിക്കാൻ സാധ്യത. 500 കോടി ക്ലബ് അല്ല, 1000 കോടി ക്ലബ് അടിക്കും. എന്താ, അതിൽ യാതൊരു സംശയമില്ല. അതായത് അതിൻ്റെ ഗ്രാഫിക്സ് വർക്കും എന്താ പറയുക, അതിൻ്റെ എന്താ എഡിറ്റിങ്, ഇപ്പം നമ്മൾ ചെറിയൊരു ടീസറല്ലേ കണ്ടിട്ടുള്ളൂ, അതിൽ തന്നെ അതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാവും. അത്ര ഗംഭീരമായിട്ടായിരിക്കും ആ സിനിമ അവർ ചെയ്തു വെച്ചേക്കുന്നത്. പടം ഇറങ്ങിയപ്പോൾ തിയേറ്ററിന്റെ തൂണൊക്കെ ഇളകിപ്പോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത് സത്യമായിരിക്കുള്ളൂ. അത് അങ്ങനെ ആയിരിക്കുള്ളൂ, ഡിജിറ്റൽ സൗണ്ട് ആയിരിക്കും. നിങ്ങൾ അതൊന്നും ഇതാക്കണ്ട. നിങ്ങൾ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ സിനിമ വന്നിരുന്ന് കാണും. തിയേറ്റർ കുലുങ്ങുന്നാണ് ചേട്ടൻ പറഞ്ഞത്. കുലുങ്ങല്ല, ഞങ്ങൾ തിയേറ്റർ കുലുക്കും മോനെ. അതായത് അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ആ പടത്തിൻ്റെ. അത് നമ്മളത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറെ അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ്, ക്രൗഡ് ആർട്ടിസ്റ്റ് വരും. അതിൻ്റെ ടീച്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് അദ്ദേഹം അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ട്രെയിലർ ശരിക്കും പറഞ്ഞത് സൂപ്പർ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ആദ്യം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നത് കാലാപ്പാനി. ആ കാലാപ്പാനിയുമായിട്ടൊരു സാമ്യത തോന്നിക്കും ആ ട്രെയിലറിന്. കാരണം അന്തരീക്ഷം എനിക്ക് തോന്നുന്നു അതിനേലും വലിയൊരു ക്യാൻവാസിൽ എടുക്കുന്ന ഒരു ചിത്രമാണെന്ന് തോന്നുന്നു. അതിലേക്ക് മുകളിലേക്ക് പോകാൻ സാധ്യത ഏറെ ഉണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ നമ്മുടെ പെല്ലിശ്ശേരിയും കൂടി ചേരുമ്പോൾ അവര് രണ്ടുപേരും ചേരുമ്പോൾ, പിന്നെ ചീഫ് ഓഫ് സൊസൈറ്റി ടിനു പാപ്പച്ചനൊക്കെ അവരൊക്കെ ചേരുമ്പോൾ ഒരു നല്ലൊരു ചിത്രത്തിൽ ഉപരി വളരെ മികച്ച രീതിയിലേക്ക് നമ്മളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ചിത്രം നമ്മുടെ ഇപ്പോൾ ലാലേട്ടൻ നേരിലൂടെ വന്നു. അതൊരു ഫാമിലി സബ്ജക്റ്റ് ആയിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു നേര്. പക്ഷെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു ചിത്രം ലാലേട്ടൻ്റെ വരുന്നു എന്ന് വേണം ഈ വാലിബൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ലാലേട്ടൻ്റെ ഈ ഒരു മലയങ്കോട്ടെ വാലിബൻ എന്ന ചിത്രം എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കും. പ്രത്യേകിച്ച് കുടുംബവും കുട്ടികളും ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല.